നമസ്കാരം. ഗോവൻ മലയാളി ന്യൂസിൻ്റെ ഇഫി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സെഗ്മെൻറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആടുക, പാടുക, അഭിനയിക്കുക, ഇതെല്ലാം സിനിമയിൽ പെടുന്നതാണ്. സിനിമ ഏത് ലോകത്തും ഏത് നാട്ടിലും ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു കാര്യം തന്നെയാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ 55ാമത് വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏതൊക്കെ വേദിയിലാണ് ഈ വർഷത്തെ സ്ക്രീനിങ് നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും ഐനോക്സ്, പഞ്ചിം ഐനോക്സ് ഒഴിച്ചുകൂടാതെ തന്നെയാണ്. പഞ്ചിം ഐനോക്സ് ഒന്നുണ്ട്. പൊറുവരിയം, ഇവിടുത്തെ തന്നെ ഈ ക്യാപിറ്റൽ സിറ്റിയായ പഞ്ചിമിൻ്റെ നേരെ ഞങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അക്കരെ എന്ന് പറയും, പാലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് പൊറുവരിയം. അവിടെയുള്ള തിയേറ്ററിലുണ്ട്. ഒപ്പം വളരെ ദൂരെയുള്ള മഡ്ഗാവ്, അതായത് ഈ ഫിലിം ഫെസ്റ്റിവലിനെ പ്രാദേശികവൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം തീർച്ചയായിട്ടും. മഡ്ഗാവ്, പഞ്ചിമിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയുള്ള മർഗാവ് എന്നാണ് നിങ്ങൾ ചിലപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ കാണുന്നത്. മർഗാവ്, മഡ്ഗാവ്, മഡ്ഗോൺ ഇതെല്ലാം ഒരു സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം പോണ്ട, പണ്ട് ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കൊമഡിയനായ പിഷാരടി വന്നിട്ട് പോണ്ട പോണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ടും പോയി എന്ന് പറഞ്ഞൊരു തമാശവൽക്കരിച്ച് പറഞ്ഞ ഒരു സ്ഥലമാണ് പോണ്ട. വളരെ 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 ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഗോവയുടെ ഒരു സ്ഥലം തന്നെയാണ് പോണ്ട. പോണ്ടയിൽ 2 സ്ക്രീനാണ്, 2 സ്ക്രീൻ. ഒപ്പം പഞ്ചിമിലെത്തിക്കഴിഞ്ഞാൽ അശോക് സാമ്രാട്ട്, അങ്ങനെ വളരെ യൂണിവേഴ്സുമായിട്ട് വളരെ ചെറിയ ഡിസ്റ്റൻസിലുള്ള അശോക് സാമ്രാട്ട് 2 സ്ക്രീനാണ്. ഇതല്ലാതെ തന്നെ തീർച്ചയായിട്ടും ഓരോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ പ്രേക്ഷകരുടെയും ഓരോ ആരാധകരുടെയും സ്വപ്നമായിരുന്ന കലാ അക്കാദമി, ഈ വർഷം കലാ അക്കാദമിയിൽ ഇതില്ല, പക്ഷെങ്കിൽ അവിടെ ചെറിയ രീതിയിലുള്ള കോൺവെർസേഷൻ സെഷനുകളായിട്ട് നടക്കുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഗോവൻ മലയാളി ന്യൂസ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി ഓരോ മുക്കിനും മൂലയിലും ഓരോ വിശേഷങ്ങളും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വാർത്തകൾ, വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിനൊപ്പം നിങ്ങൾ ചേരുക. വാർത്തകളുമായിട്ട് ഞങ്ങളുണ്ടാവും.